ഈ ഒരു ഓഫർ ഞാൻ വിചാരിച്ചത് സ്കാം ആയിരിക്കും എന്നാണ്. പക്ഷേ ഞാൻ ചെയ്ത സമയത്തിന് എനിക്ക് കിട്ടിയതാണ് നിങ്ങളിപ്പം ഫസ്റ്റ് തന്നെ കാണുന്നത്. ഇതൊരു ഓഫറാണ്, ഒരു കമ്പനിയുടെ ഒരു ഓഫറാണ്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഈ ഒരു ചാനൽ വഴി ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. വെറുതെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സൈഡിൽ ബെൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്, അത് ഓണാക്കി വെച്ചാൽ എന്നാൽ മാത്രമായിരിക്കും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിച്ചേരത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു കാര്യം മസ്റ്റായിട്ടും ഒന്ന് ചെയ്ത് വെച്ചേക്ക്. ഈ ഒരു ഓഫറിനെ പറ്റിയിട്ട് ചെറിയൊരു സമ്മറി ഞാൻ പറഞ്ഞുതരാം. ഇത് വീഡിയോയിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഇത് എന്താണെന്നാണ്. പെട്ടെന്നൊരു സമ്മറി പോലെ പറയുന്നത് വേറെ ഒന്നുമല്ല, ഇത് 5 പൈസ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോം ചെയ്താൽ കിട്ടും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ക്രോം ചെയ്താൽ കിട്ടും. സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇത്. എന്താണ് സെബി എന്ന് അറിഞ്ഞിടാത്തവർ അതും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ChatGPT എക്സ്ട്രാ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നോക്കാം. ഇനി നമുക്ക് ഈ ഒരു ഓഫർ എങ്ങനെ കംപ്ലീറ്റ് ആക്കാമെന്ന് പറഞ്ഞുതരാം. ഞാനാണെങ്കിൽ ഒരു ഓഫറിൻ്റെ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മസ്റ്റായിട്ടും കയറി നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് ഓഫർ ലിങ്ക്സും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. ഇനി നിങ്ങൾക്ക് ടെലിഗ്രാമിൻ്റെ ലിങ്കാണ് കമൻറ്റ് സെക്ഷനിൽ അത് കിട്ടുന്നതെങ്കിൽ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. കാരണമേ ഈ ഒരു ഓഫർ നിങ്ങൾ ചെയ്യുന്ന സമയത്തിന് ആസ് ഹ്യൂമൻ നിങ്ങൾക്ക് എന്തായാലും ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ കമൻറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. കമൻറ്റ് ചെയ്താൽ എപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ റിപ്ലൈ കിട്ടിയെന്ന് വരത്തില്ല. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് പേഴ്സൺ ടു പേഴ്സൺ നിങ്ങൾക്ക് വരുന്ന ഡൗട്ടൊക്കെ ഞാൻ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു ഇത് എന്തായാലും നിങ്ങൾ യൂട്യൂബിൽ കമൻറ്റ് ഇട്ടാൽ കിട്ടത്തില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി ഞാൻ ഓഫറിനെ പറ്റി പറഞ്ഞുതരാം. നിങ്ങൾ ഓഫർ ലിങ്കിൽ തൊട്ട് കയറുന്ന സമയത്തിന് നിങ്ങൾക്ക് ഇതേപോലെ ആയിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. ഓഫർ ലിങ്കിൻ്റെ ഇൻ്റർഫേസ് ഇതേപോലെയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ UPI കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൃത്യമായിട്ട് തന്നെ UPI കൊടുക്കണം. ഒരിക്കലും റോങ് അടിച്ച് വെക്കരുത്. കമ്പനി നിങ്ങൾക്ക് തരാൻ സമയത്തിന് റോങ് ആണെങ്കിൽ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൃത്യമായിട്ട് നിങ്ങളുടെ UPI കൊടുക്കണം. UPI കൊടുത്തതിന് ശേഷം താഴെയായിട്ട് ഒരു മൊബൈൽ നമ്പർ കേൾക്കുന്നുണ്ട്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഇവിടെ കൊടുക്കുന്ന മൊബൈൽ നമ്പർ വെച്ചിട്ട് വേണം നിങ്ങൾ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ UPI കൊടുത്ത് മൊബൈൽ നമ്പറും കൊടുത്ത് ഇപ്പോൾ ഒരു സാമ്പിൾ ഇപ്പം ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ കൊടുത്തെന്ന് വെച്ചോ, എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് വെബ്സൈറ്റിലോട്ടായിരിക്കും പോകുന്നത്. ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ സെയിം നമ്പർ ഇവിടെ കൊടുത്ത നമ്പർ തന്നെ അവിടെയും കൊടുത്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യണം. അതായത് ഇതാ കണ്ടില്ലേ, സബ്മിറ്റ് ചെയ്യുമ്പം കണ്ടില്ലേ മൊബൈൽ നമ്പർ കേൾക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ എന്താണ് നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറില്ലേ, UPI സ്ഥാനത്ത് കൊടുത്ത മൊബൈൽ നമ്പർ, അത് തന്നെ കൊടുത്തിട്ട് വെരിഫൈ ചെയ്യണം. മനസ്സിലായില്ലേ? അതിനുശേഷമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഇമെയിലും കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാം കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ പെൻ ഡീറ്റെയിൽസാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പെൻ കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. ഓക്കെ, സെബി രജിസ്റ്റേർഡ് ആപ്ലിക്കേഷനാണ്, സേഫാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊടുത്തതിന് ശേഷമായിട്ട് നിങ്ങൾക്ക് ആഡ് യുവർ ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് ഫസ്റ്റ് തന്നെ നിങ്ങൾ ഫസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ആ ഫസ്റ്റത്തെ ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്താലേ നിങ്ങൾക്ക് നിങ്ങളുടെ GPay വെച്ചിട്ട് ₹1 പേയ്മെൻറ്റ് ചെയ്യാൻ കേൾക്കും. അത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫെച്ചായിട്ട് ആഡാവും. രണ്ടാമത്തത് മാനുവലിയാണ്. നിങ്ങൾ നിങ്ങളുടെ IFSC കോഡും അക്കൗണ്ട് നമ്പറും എല്ലാം മാനുവലായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. അതിനുശേഷമായിട്ട് നിങ്ങൾക്ക് കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് ബേസിക് ഡീറ്റെയിൽസ് ആണ്. ഇതെല്ലാം നിങ്ങൾ നോക്കിയതിന് ശേഷം കൊടുത്താൽ മതി. ട്രേഡിംഗ് എക്സ്പീരിയൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി. നോ കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ സെൽഫിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ സെൽഫി കൊടുക്കണം. നിങ്ങളുടെ മുഖം മറച്ചു വെച്ചോ അങ്ങനെയൊന്നും കൊടുക്കരുത്, റിജക്റ്റ് ആക്കും. കാരണം KYCക്ക് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊടുത്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറും കാണാനായിട്ട് പറ്റും. കണ്ടില്ലേ വാട്സപ്പ് നമ്പർ, ഇതിലോട്ട് മെസ്സേജ് ചെയ്താലും മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ടെലിഗ്രാമിലൂടെ മെസ്സേജ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ വീഡിയോ ഒരു കമൻറ്റ് ഇട്ട് ഇട്ടിരുന്നാൽ മതി. അപ്പോൾ നിങ്ങളെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവസാനമായിട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുത്തതിന് ശേഷം OTP വെരിഫിക്കേഷൻ, ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത നമ്പറിലോട്ട് OTP വരും. അതും കൂടെ അടിച്ചു കൊടുത്താൽ എന്നിട്ട് സബ്മിറ്റ് ചെയ്താൽ ഇതേപോലെ വരും. ഇപ്പം കണ്ടില്ലേ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് അപ്രൂവ് ആയിട്ടില്ല. അപ്രൂവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിലായിരിക്കും ആവുന്ന സമയത്തിനായിരിക്കും നമുക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. മനസ്സിലായില്ലേ? നമ്മളിപ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മുടെ അക്കൗണ്ട് അപ്രൂവ് ആയിട്ടില്ല. അപ്രൂവ് ആവുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ആയിക്കോളും. നിങ്ങൾക്ക് മെയിൽ വരും. ഒന്നിൽ നിങ്ങൾക്ക് മെയിൽ വരും, നിങ്ങളുടെ അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മെയിൽ വരും. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വന്നോളും. വേറെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇനി ഒരു കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും നമ്മളിപ്പം ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അക്കൗണ്ടെല്ലാം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അപ്രൂവ് ആയിക്കോളും. ഇനി നിങ്ങൾക്ക് അപ്രൂവ് ആയതിനു ശേഷമേ നിങ്ങളുടെ അക്കൗണ്ട് അപ്രൂവ് ആയതിനു ശേഷം ഇതേപോലെ
നിങ്ങൾ ഫസ്റ്റ് കൊടുത്തില്ലേ UPI ID, അതിലോട്ട് കമ്പനി നിങ്ങൾക്ക് തരും. നിങ്ങൾ ഫസ്റ്റ് കൊടുത്ത UPI ID കമ്പനി നിങ്ങൾക്കൊരു കൺഫർമേഷൻ പോലെ ഇട്ട് തരും. ഇത് ഇട്ട് തരുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മളെല്ലാ അക്കൗണ്ടും എല്ലാ കാര്യങ്ങളും ഓപ്പൺ ചെയ്തില്ലേ, അക്കൗണ്ട് അപ്രൂവ് ആയിട്ടുണ്ട് എന്ന് കമ്പനി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഒരു കൺഫർമേഷൻ പോലെ. ബാക്കി നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺഫർമേഷനാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് കാണും, വേറെ ട്രാൻസാക്ഷനൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ വരില്ല എങ്ങനെ മനസ്സിലാക്കാമെന്ന്. സോ അതെനിക്കറിയാം. ഒബിയസ്ലി ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ആകുമ്പം പല പല ട്രാൻസാക്ഷനും വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. അവിടെ നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ട്. ഈ ലിങ്ക് ഇത് കമ്പനിയുടെ തന്നെ ട്രാക്കിംഗ് ലിങ്കാണ്, നമുക്ക് ട്രാക്കിംഗ് നോക്കാൻ പറ്റുന്ന ലിങ്ക്. ഇതിൽ കയറിയതിന് ശേഷം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഒന്നിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ കൊടുത്തേക്കാം. അതിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ UPI ID കേൾക്കുന്നുണ്ട്. UPI ID എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു ഓഫർ ചെയ്യാൻ സമയത്തിന് കൊടുത്തില്ലേ UPI ID, അത് തന്നെ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യാൻ കണ്ടില്ലേ, സബ്മിറ്റ് ചെയ്യുന്ന സമയത്തിന് നിങ്ങൾക്ക് KYC ട്രാക്ക്ഡിൻ്റെ അപ്പുറത്തായിട്ട് സക്സസ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം അക്കൗണ്ട് അപ്രൂവ് ആയിട്ടുള്ളത് സക്സസ് ആയിട്ടുണ്ട്, ഇത്രയും ചെയ്തത് ട്രാക്ക് ആയിട്ടുണ്ട്, ബാക്കി ചെയ്യാം. ഒരു കൺഫർമേഷൻ നമുക്കിവിടെ കിട്ടി. ഇപ്പം ബാക്കി ചെയ്താൽ നമുക്ക് എന്താണ് സമയം പോകത്തില്ല. കമ്പനി തന്നെ പറയുകയാണ് ബാക്കി ചെയ്യാനായിട്ട്. ഇവിടെ ഇപ്പം കണ്ടില്ലേ സക്സസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഒന്നിയിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ച് തന്നതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്പനി അയച്ചു തരും. ഇനി അത് കിട്ടിയിട്ടില്ല, കൺഫ്യൂഷൻ ആണെങ്കിൽ ട്രാക്കിംഗ് ലിങ്കിൽ കയറിയിട്ട് ചെക്ക് ചെയ്യണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കിട്ടണം, എന്നിട്ടേ ബാക്കി ചെയ്യാവുള്ളൂ. ഗൈസ്, ബാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് അപ്രൂവ് ആയതിനു ശേഷം നിങ്ങളൊന്ന് ലോഗിൻ ചെയ്യണം. വെബ്സൈറ്റ് വഴി തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതും വെബ്സൈറ്റ് വഴി തന്നെ ചെയ്യാനാണ്. ആപ്പിൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വെബ്സൈറ്റ് വഴി തന്നെ ചെയ്യാനാണ്. ഓക്കെ, നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങളുടെ അക്കൗണ്ട് എല്ലാ കാര്യങ്ങളും അപ്രൂവ് ആയതിനു ശേഷം നിങ്ങൾ ക്രോമിൽ ചെന്നതിന് ശേഷം 5 പൈസ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് 5 പൈസ ഡിമാൻഡ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി. ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് തന്നെയായിരിക്കും. അതിൽ കയറിയതിന് ശേഷം തന്നെ അത് തന്നെയാണ്. ജസ്റ്റ് കയറിയതിന് ശേഷം ലോഗിൻ ചെയ്താൽ മതി. ലോഗിൻ ചെയ്യുന്ന സമയത്തിന് നിങ്ങൾക്ക് ഇതേപോലെ വരും. ഗൈസ്, വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴെ ഇട്ടതിന് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് പോയതിന് ശേഷം പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് മണി ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് എടുത്തതിന് ശേഷം 60 രൂപ നമ്മൾ ഈ ഒരു 5 പൈസയിലോട്ട് ആഡ് ചെയ്യണം. ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് നിങ്ങൾ ആഡ് ചെയ്യണം. ഈ ആഡ് ചെയ്യുന്ന 60 രൂപയല്ലേ, ഫുള്ള് വിഡ്രോബിൾ ആണ്. നമ്മൾ ആഡ് ചെയ്ത ഫണ്ട് നമുക്ക് ബാങ്കിലോട്ട് തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പം പ്രൊഫൈൽ എടുത്തതിന് ശേഷം 60 രൂപ എൻ്റെ GPay വെച്ചിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോക്ക് ഒന്ന് വാങ്ങുകയും ചെയ്യണം, വിൽക്കുകയും ചെയ്യണം. ഞാൻ പറഞ്ഞുതരാം. മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് വാങ്ങണം, ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ഇവിടെ മാർക്കറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിന് സമയമുണ്ട്. കണ്ടില്ലേ ഈ മാർക്കറ്റ്, ഈ ഒരു മാർക്കറ്റ് ഓപ്പണിൻ്റെ സമയമുണ്ട്. മൺഡേ ടു ഫ്രൈഡേ, കൃത്യമായിട്ട് കേൾക്ക്. മൺഡേ ടു ഫ്രൈഡേ 9:30 തൊട്ട്, രാവിലെ 9:30 തൊട്ട് ഉച്ച 3:30 വരെ. ഇതിൻ്റെ ഇടയ്ക്കേ ചെയ്യാൻ പറ്റൂ. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പറ്റും. ഇനി ഇതിൻ്റെ ഇടയ്ക്കല്ല നിങ്ങൾ ചെയ്യുന്നത്, ഇപ്പം ശനി ഞായറൊക്കെ മാർക്കറ്റ് ഓഫാണ്, ചെയ്യാനായിട്ട് പറ്റത്തില്ല. മൺഡേ ടു ഫ്രൈഡേ 9:30 തൊട്ട് ഉച്ച 3:30 വരെ. ഇതിൻ്റെ ഇടയ്ക്കേ ചെയ്യാൻ പറ്റൂ. ഓക്കെ, വേറെ ഏതെങ്കിലുമൊക്കെ സമയത്തിന് പോയി ചെയ്യുകയാണെങ്കിൽ പെൻഡിങ്ങും റിജക്റ്റൊക്കെ ആയി പോകും. പിന്നെ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യണം, ഭയങ്കര പണിയാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങളിപ്പം ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു സമയത്തിൽ ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തു കഴിഞ്ഞ സമയം ഇവിടെ നിങ്ങൾക്ക് മുകളിലെ സെർച്ചിൻ്റെ ബാറുണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം യെസ് ബാങ്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യണം. രണ്ടാമത്തത് NSE അത് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഈ രണ്ടാമത് കിടക്കുന്നത് കണ്ടില്ലേ, NSE രണ്ടാമത് കിടക്കുന്നത്, അത് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്തിന് 2 ഓപ്ഷൻ വരും, ബൈയും വരും സെല്ലും വരും. ഇതിൽ ഫസ്റ്റ് എത്തത് പച്ച കളറിനുള്ള ആ ഒരു ബൈ ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇത് സ്റ്റോക്ക് ബൈയും സെല്ലും ചെയ്യുന്നത് എങ്ങനെയെന്നാണ് പറഞ്ഞു തരുന്നത്. ബൈ ചെയ്യുന്ന സമയത്തിന് ഇതേപോലെ വരും. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ നോക്കിയാലേ ഇൻട്രാഡേ കണ്ടില്ലേ, രണ്ടാമത്തെ ഓപ്ഷൻ. കുറച്ച് ബിൽഡറായി ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ ഇൻട്രാഡേ. രണ്ടാമത്തത് ഡെലിവറി അല്ല, രണ്ടാമത്തത് സെലക്ട് ചെയ്യണം ഇൻട്രാഡേ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷമായിട്ട് താഴെ നോക്കിയ പ്ലേസ് ഓർഡർ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് കൺഫേം ചെയ്താൽ മതി. അതായത് ക്ലിക്ക് ചെയ്താൽ മതി. 2 പ്രാവശ്യം പ്ലേസ് ഓർഡർ ചെയ്താൽ മതി. കണ്ടില്ലേ, ഇത് കൺഫർമേഷൻ്റെ പ്ലേസ് ഓർഡറാണ്, ഇത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ആ ഒരു യെസ് ബാങ്കിൻ്റെ സ്റ്റോക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇത് വിൽക്കണം. വിൽക്കാനായിട്ട് ഇവിടെ ബുക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ബുക്കിൻ്റെ ഓപ്ഷൻ, ഈ ഒരു ബുക്കിൻ്റെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഈ ഒരു ബുക്കിൻ്റെ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്തിന് നിങ്ങൾക്ക് ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഓർഡേഴ്സും ഉണ്ട്, പൊസിഷൻസും ഉണ്ട്. ഇതിൽ പൊസിഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്യണം. പൊസിഷൻസ് രണ്ടാമത് കിടക്കുന്നത്, ഈ പൊസിഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ താഴെയിട്ട് തന്നെ നിങ്ങൾ കണ്ടില്ലേ യെസ് ബാങ്കിൻ്റെത് വാങ്ങിച്ചത്, മുകളിൽ ബൈ ഉണ്ടില്ലേ ചെറുതായിട്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ തന്നെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണം.
ഇത് നമ്മൾ വിൽക്കുന്നതാണ്. നേരത്തെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, ഇപ്പം വിൽക്കുന്നതാണ്. വിൽക്കാനായിട്ട് നിങ്ങൾ വാങ്ങിച്ചത് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷമായിട്ട് കണ്ടില്ലേ ഇതേപോലെ ഇവിടെ സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഏറ്റവും അവസാനമായിട്ട് കിടക്കുന്ന സ്ക്വയർ ഓഫ്. ഇതൊന്ന് ക്ലിക്ക് ചെയ്യണം. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലേസ് ഓർഡറിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം വാങ്ങിച്ചിട്ടുമുണ്ട്, വിറ്റിട്ടുമുണ്ട്. ഇങ്ങനെയാണ് വാങ്ങുന്നതും വിൽക്കുന്നതും. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റിന് സമയമുണ്ട്. മൺഡേ ടു ഫ്രൈഡേ 9:30 തൊട്ട്, രാവിലെ 9:30 തൊട്ട് ഉച്ച 3:30 വരെ. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ചെയ്യണം. ഓക്കെ, കമ്പൾസറി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു സമയത്തിന്. അതുകൊണ്ടാണ് വീണ്ടും 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 എടുത്ത് പറയുന്നത്. ഇപ്പം കണ്ടില്ലേ, ബയ്യും ആയിട്ടുണ്ട്, സെല്ലും ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്ര തന്നെയാണ്. ഇനി ഗൈസ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ചെയ്യണമെങ്കിലേ, ഒന്നിൽ കൂടുതൽ വട്ടം ചെയ്യണമെങ്കിൽ അത് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ട്രാക്ക് ആവും അങ്ങനെ ചെയ്താലേ. ഒരു പ്രാവശ്യം ചെയ്തെന്ന് പറഞ്ഞ് ട്രാക്ക് ആവും, പക്ഷേ വീണ്ടും ചെയ്യണമെന്ന് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വീണ്ടും ചെയ്താൽ മതി, മൾട്ടിപ്പിൾ ടൈംസ് ചെയ്താൽ മതി. ഓക്കെ, ഒരു 5 വട്ടമൊക്കെ അങ്ങ് ചെയ്താൽ മതി. ഇപ്പം വീണ്ടും നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിലേ ഒന്ന് ചെയ്താൽ മതി. ഇൻ കേസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചില സമയത്തെ നിങ്ങൾ ചെയ്യുന്ന സമയത്തിന് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ആഡ് മണി കേൾക്കും. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെയ്യാനായിട്ട് പറ്റത്തില്ല, ആഡ് മണി കേൾക്കും. വീണ്ടും പൈസ ആഡ് ചെയ്യാനായിട്ട് അവർ പറയും. അത് വേറെ ഒന്നുമല്ല, നിങ്ങളിപ്പോൾ ഒരു സ്റ്റോക്ക് ഇപ്പം യെസ് ബാങ്കിൻ്റെ തന്നെ എടുക്കാം. നിങ്ങളിപ്പോൾ ഒരു സ്റ്റോക്ക് ഇപ്പം വാങ്ങിച്ച് സെല്ല് ചെയ്താലേ ആ പൈസ നിങ്ങൾക്ക് പെട്ടെന്ന് വാലറ്റിലോട്ട് ആടാവത്തില്ല. ഈ 5 പൈസ വാലറ്റിലോട്ട് ആടാവത്തില്ല. അത് 1 ഹവറാണ്, ഒന്നല്ല. മിനിമം അവർ പറയുന്നത് 24 hours ആണ്. ഓക്കെ, 24 hours നിങ്ങളിപ്പം കഴിഞ്ഞതിന് ശേഷമാണ്. ഇപ്പം നിങ്ങളിപ്പം ഒരു സ്റ്റോക്ക് ബൈയും സെല്ലും ചെയ്തെന്ന് വെച്ചോ, യെസ് ബാങ്കിൻ്റെ അത് വാങ്ങിച്ച് വിറ്റ്. പക്ഷേ അപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു പൈസ നിങ്ങൾക്ക് ഈ വാലറ്റിൽ കാണാനായിട്ട് പറ്റത്തില്ല. അത് വരുന്നത് 24 hours വന്നതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു പൈസ വെച്ചതിന് ശേഷം വീണ്ടും വാങ്ങാൻ പറ്റും. മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾക്ക് വന്നതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾ ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഇത്ര തന്നെയാണ്. ഓക്കെ, ഓഫർ ഇത്ര തന്നെയാണ്. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മതി. എന്നാണോ നിങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ പിറ്റേ ദിവസം, ഇന്ന് ചെയ്യണമെങ്കിൽ നാളെ കമ്പനി നിങ്ങൾക്ക് തരും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ട് ഇടാനും. സോ ബൈ.